ഹലോ ഹലോ, വെൽക്കം ബാക്ക്. കുറേ നാളായി കണ്ടിട്ടല്ലേ. ഞാൻ എപ്പോഴും ഇവിടെ സ്വീഡനിൽ വെളിച്ചം വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനാണ്. ആ സമയത്ത് ഞാൻ പിന്നെയും എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമാണ് ഇവിടെ വെളിച്ചുണ്ടാവുക. ആ 3-4 മാസം ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയി 3 മാസമൊക്കെ ഞാൻ കറക്റ്റായി വീഡിയോ ഇടും. ഒരു ചുക്കും നടക്കത്തില്ല. അവസാനം ഞാൻ പിന്നെ ഇത് കൂട്ടി കെട്ടി വയ്ക്കും. എന്നിട്ട് ഞാൻ പിന്നെയും നെക്സ്റ്റ് ഇയർ എന്നാൽ ഇതങ്ങോട്ട് വേണ്ടാന്ന് വെക്കുക എന്നുള്ളൊരു സാധനം നമുക്കില്ല. എനിക്കൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് യൂട്യൂബ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ആണ് വിചാരിക്കുന്നത്. എന്നെ അറിയുന്ന കുറച്ച് പേരാണ് എന്നെ ഫോളോ ചെയ്യുന്നത്. എന്നെ അറിയുന്ന കുറേ പേരുണ്ട് ഇവിടെ. പക്ഷെ ആകെ എനിക്കുള്ളത് 115 ഫോളോവേഴ്സാണ്. അത് എന്നെ അറിയുന്ന കുറച്ച് പേരുള്ളൂ. എന്നെ അറിയുന്ന ആ കുറച്ച് പേർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഡാൻസിനാണ്. അങ്ങനെ എനിക്കിവിടെ ഒരു ഡാൻസ് അക്കാഡമി ഉണ്ട്. കരക് അക്കാഡമി എന്നാണ് എൻ്റെ പേര്. അതിനകത്ത് എനിക്ക് കുറച്ച് എന്താ പറയുക മനോവിഷമങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ഉയർച്ചയും ഒരുപാട് ഫെയിമും ഒരുപാട് കുട്ടികളും ഒരുപാട് ലേണിങ്സും ലെസൺസും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ സ്ഥലത്ത്. ആ സ്ഥലത്ത് നിന്ന് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായപ്പോഴാണ് വിഷമം തന്നെയാണ് പറയേണ്ടത്. ആക്ച്വലി ഞാൻ എന്തിനാണ് എൻ്റെ ഫീലിങ്സ് ഒളിപ്പിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ സന്തോഷമാണ് എനിക്ക് അടിപൊളിയാണ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാനല്ലല്ലോ, നമ്മൾ എല്ലാവരും ഫീലിങ്സാണ്. ആ ഹ്യൂമൻ എന്നുള്ള രീതിക്ക് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുകളിലേക്ക്. ചെയ്തു കൊടുത്തതിനൊന്നും വിലയില്ല എന്നാവുക, ചെയ്തത് ഒന്നും ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കാണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ അതെല്ലാം ബാക്ക് സ്റ്റാബ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു സമയമായിരുന്നു എനിക്ക് ഈ ഒരു 1 ഇയർ എന്ന് പറയുന്നത്. പക്ഷെ ആസ് യൂഷ്വൽ അദ്രജ ബീങ് അദ്രജ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അദ്രജ ബീങ് അദ്രജ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഐ വിൽ നെവർ സക്കം ടു എനി പ്രഷർ. ഐ വിൽ ഓൾവേസ് റൈസ് അബവ് ദ പ്രഷർ. അതാണ് എനിക്ക് എന്നെ പറ്റി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. വേറെ ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഞാനൊരു അഹങ്കാരി ആയതുകൊണ്ടാണ്, അവൾ ഭയങ്കര സാധനമായതുകൊണ്ടാണെന്ന് തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. എന്നെ തളർത്താൻ ആർക്കും പറ്റില്ല രാമകുട്ടി. അവസാനം ഞാനും തീരുമാനിച്ചു, എന്താ ഡാൻസ് അല്ലേ, ഞാനൊരു ഡാൻസർ അല്ലേ, അപ്പോൾ പിന്നെ ക്ലാസിക്കൽ ചെയ്യുന്ന എനിക്ക് എന്തുകൊണ്ട് ഹിപ്പ് ഹോപ്പ് ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ ഒരു കൊല്ലം മുമ്പ് എടുത്തൊരു തീരുമാനത്തിൻ്റെ ഔട്ട്കമാണ് ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ ഫസ്റ്റ് ഹിപ്പ് ഹോപ്പ് പെർഫോമൻസ് ചെയ്യാണ്. അത് സ്കാൻഡിനേവിയ എന്താ പറയണത് SDA എന്ന് പറയണത് സ്വീഡനിലെ ഏറ്റവും വലിയ ഹിപ്പ് ഹോപ്പ് സ്കൂളായിട്ടാണ് ഞാൻ എൻ്റെ ഡെബ്യൂ ഹിപ്പ് ഹോപ്പ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയാണിത്. അപ്പോൾ നമ്മുടെ റിഹേഴ്സൽ ഡേ മുതൽ തന്നെ കാണിക്കാമെന്ന് ഓർത്തു. റിഹേഴ്സൽ ഡേ സാറ്റർഡേ ആണ്. സൺഡേ ആയിരുന്നു പെർഫോമൻസ്. സാറ്റർഡേ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. വളരെ ഏർലി എൻ്റെ ഡേ തുടങ്ങുകയും ചെയ്യും. വളരെ ലേറ്റായിട്ടാണ് എൻ്റെ ആ ഡേ അവസാനിക്കണത്. എല്ലാവർക്കും വീക്കെൻഡ് എന്ന് പറയുമ്പോൾ എനിക്കത് വർക്കിംഗ് ഡേ ആണ്. ഫസ്റ്റ് തന്നെ നേരെ പ്രാക്ടീസിന് പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് ക്ലാസ്സസ് ഉണ്ട്. ഞാനാണ് തരംഗിലിപ്പോൾ ബോളിവുഡ് ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ പോകും. ഇപ്പോൾ നമ്മൾ ആരംഭിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ കൊറിയോ ഒക്കെ പഠിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളില്ല. കുറേയും കൂടി നമ്മൾ ഉള്ള കൊറിയോസ് എല്ലാം റിഫൈൻ ചെയ്യണോ, പൊസിഷൻസ് സെറ്റ് ചെയ്യണോ, അതിൻ്റെ ഫോർമേഷൻസ് സെറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അങ്ങനെ തരംഗിലത്തെ ക്ലാസ്സസൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനിയിപ്പോൾ നേരെ ഷിഫ്റ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ്. ഫ്രം എ ടീച്ചർ ടു എ സ്റ്റുഡൻറ്റ്. നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അടുത്ത സ്ഥലം ഇൻ ദ സെൻസ് എൻ്റെ ഞാൻ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്ന സ്കൂള്. അവിടെ പോയിട്ട് അവിടെ ഡ്രൈ റണ്ണും സ്റ്റേജ് റിഹേഴ്സലും ഒക്കെ ഉണ്ട്. അപ്പോൾ 1 o'clock 12:45 we'll do a warm-up. Then 1 to 1:15 we'll do our stage rehearsals. അത് കഴിഞ്ഞിട്ട് we'll come back. Then again we go back at around 5 o'clock. The whole show is for about 2 hours, 2.5 hours. And I think my show number is 11. So we'll do a quick full run. So there is costume changes and everything. So the whole team will be there. From 5 to 7:30 I'll do the dry run there. So it's nice. I want to experience it because in Tarang also we do have that. And
I know sometimes it feels too much, right? You spend a lot of time in the studio and so on. പക്ഷേ as a student, I want to experience that, and I'm very excited. I would love to be part of that process, and I want to see how that process is there. So let's go. അങ്ങനെ ഞാൻ ഓഡൻ പ്ലാനിലാണ് നമ്മുടെ സ്റ്റുഡിയോയും പെർഫോമൻസ് സ്റ്റുഡിയോയും എല്ലാം ഉള്ളത്. ഇന്ത്യമാൻ എന്ന് പറയുന്ന തിയേറ്ററിലാണ് നടക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് 15 മിനിറ്റ്സ് ആയിരുന്നു അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ റിഹേഴ്സൽ ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈവനിങ്ങിലാണ് നമുക്ക് ഫുൾ ഡ്രൈ റൺ ഉണ്ടായിരുന്നത്. അത് നല്ല ലേറ്റായി. നമ്മൾ തുടങ്ങാൻ തന്നെ ഒരു 1 hour ലേറ്റായി. ഇത് അതിൻ്റെ ക്ലിപ്പിംഗ് ആണ്. ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ് കാണാനായിട്ട്. ആൻഡ് ദെൻ ദിസ് ഇസ് ദ D-Day. ഇത് അടുത്ത ദിവസമാണ് സൺഡേ. ഞാൻ ഓൾറെഡി റെഡിയെല്ലാം ആയിട്ട് ഞാൻ ഓൾറെഡി ഇറങ്ങുകയാണ്. ഫസ്റ്റ് സെറ്റ് അന്നും നമ്മുടെ പെർഫോമൻസ് ഡേയുടെ അന്നും നമുക്ക് രാവിലെ റിഹേഴ്സൽസ് ഉണ്ട്. 4:30 നമ്മുടെ ഫസ്റ്റ് ഷോ. നമ്മൾ 2 ഷോ ആണ് ചെയ്യണത്. 4:30 ഷോയും പിന്നെ 7 o'clock ഷോയും. സെയിം നമ്പർ തന്നെയാണ് നമ്മൾ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു റിഹേഴ്സലുണ്ട്. അത് കഴിഞ്ഞിട്ട് 4:30 ഷോയിൽ നമ്മൾ ഫസ്റ്റ് ടൈം അത് പെർഫോം ചെയ്യും. പിന്നെ 7 o'clock ഷോയിൽ പിന്നെ നമ്മൾ പെർഫോം ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഓരോ ബ്രേക്കിനും ഞാൻ പോയി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, ചുമ്മാ അവിടെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യമാനിന് ആക്ച്വലി ഒരു ഹിസ്റ്ററി ഉണ്ട്. എനിക്ക് തോന്നുന്നു 4.5 years ബിഫോർ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഓൾവേസ് സ്റ്റാൻഡപ്പ് ഫോർ മൈ സെൽഫ്. എനിക്ക് വേറൊരാൾ വേണ്ട എനിക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു 4.5 years മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ സ്റ്റുഡ് അപ്പ് ഫോർ മൈ സെൽഫ്. നോ മാറ്റർ വാട്ട്, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാവും. കാരണം എനിക്ക് വേണ്ടിയിട്ട് വേറെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. സംഭവമൊക്കെ സെയിമാണ്. ഇപ്പോഴും ഞാൻ എനിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടല്ല എനിക്ക് മനസ്സിന് വിഷമം, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴല്ല എനിക്ക് മനസ്സിന് വിഷമം. ഒരുപാട് മനസ്സിന് വിഷമം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അവസാനം ഇവിടെ എത്തിയത്. പക്ഷെ ആ മനസ്സിന് വിഷമം വന്നതിനോടൊക്കെ ഞാൻ താങ്ക്ഫുള്ളാണ്. ഈവൻ ദ ഫസ്റ്റ് ടൈം എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇവിടുത്തെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി പോകുമ്പോഴും അത് കഴിഞ്ഞിട്ടും എനിക്ക് നല്ലതാണ് ഉണ്ടായിട്ടുള്ളത്. ഐ വാസ് ഹാപ്പി വിത്ത് ദി ഔട്ട്കം. എന്ത് സംഭവിച്ചു എന്നുള്ളതിന് എനിക്ക് ഹാപ്പി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കുണ്ടായ മനോവിഷമം കാരണം ഞാൻ ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ ആ ഉണ്ടായ മനോവിഷമത്തിലും ഞാൻ ഹാപ്പിയാണ്. ആക്ച്വലി അതുകൊണ്ട് എനിക്ക് ഒരുപാട് 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 ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ദ ലെസൺ ഇസ്, നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിക്കുമ്പോൾ മനസ്സ് വിഷമിച്ചിട്ട് അവിടെ ഇരിക്കരുത്. സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, and then everything will be all right. Everything. അങ്ങനെ ദ തിയേറ്റർ ഇസ് ഓൾ സെറ്റ്. 2 ഹൗസ്ഫുൾ ഷോസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആക്ച്വലി 3 ആദ്യത്തേത് കുട്ടികളുടെ ഷോ ആയിരുന്നു. എൻ്റെ ചിയർ സ്ക്വാഡ് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ദ പീപ്പിൾ ദറ്റ് യു സീ ഹിയർ ആ ഫാർ റൈറ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സ്വാതി ആൻഡ് എൻ്റെ 2 കുട്ടികൾ. ദേ ഹവ് ബീൻ മൈ കോൺസ്റ്റൻറ്റ് ഇൻ ദിസ് ഡാൻസ് ജേർണി ആൻഡ് ഇൻ മൈ ലൈഫ്. ദേ ഹവ് ബീൻ കോൺസ്റ്റൻറ്റ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദം. And it is 10:15 in the night. We have had our dinner, going back home after Amma's hip hop debut. And it's Sunday. See ya. We have school tomorrow. Yeah.